നിന്റെയൊക്കെ കാലനാണ് രാജാവിന്റെ വേഷത്തിലാ നടന്നു വരുന്നത്. കാലൻ വരുന്നുണ്ടെങ്കിൽ അതിനു പിന്നാലെ ഒരു ദേവനും നടന്നു വരും ഞങ്ങളെ രക്ഷിക്കാൻ. കരുണ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മരണത്തിന്റെ രാജാവാണ് ഈ നടന്നു വരുന്നത്. അതും നരകവേദന കൊണ്ട് മനുഷ്യജീവൻ എടുക്കാൻ വേണ്ടി. കാണികളെ സാക്ഷി നിർത്തി നടന്നു വന്നിരുന്ന പരിശീലനം പെട്ടെന്ന് നിന്നു. ആൾക്കാർ ഒരു നിമിഷം മൗനമായി. ആ വരുന്നവന്റെ വലിപ്പവും അവന്റെ സ്ഥാനത്തോടുള്ള പേടിയും അവരിലുണ്ടായിരുന്നു. എങ്കിലും മരണത്തെ ഭയന്ന് അവർ അവന് വേണ്ടി ആർത്തി വിളിക്കാൻ തുടങ്ങി. പക്ഷേ അവന്റെ വരവിനെ ഏറ്റവും കൂടുതൽ പേടിച്ചത് അവിടെ ഉണ്ടായിരുന്ന വൃദ്ധന്മാരായ അവശരായ തടവുകാരായിരുന്നു. കാരണം അവന്റെ കൂടെ എത്തുന്നത് അവരുടെ ഓരോരുത്തരുടെയും മരണത്തിന്റെ ഉഴവും കൂടിയായിരുന്നു. ആ വരുന്നതായിരുന്നു ദേവദത്തൻ, സുന്ദര നഗരത്തിന്റെ അടുത്ത രാജകുമാരൻ. അതാ രാജകുമാരനെത്തി. എന്നാൽ പട്ടുവസ്ത്രം ധരിച്ച ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മുതൽ നീലന്റെ ഉള്ളിൽ കോപം ആളിക്കത്തുകയായിരുന്നു. നീലകണ്ഠൻ, സുന്ദര നഗരത്തിന്റെ രാജാവാകേണ്ടിയിരുന്ന ആൾ. വാസ്തവത്തിൽ 5 വർഷം മുൻപ് നീലന്റെ പിതാവ് വീരേന്ദ്രൻ തമ്പിയെ അദ്ദേഹത്തിന്റെ അർദ്ധ സഹോദരന്മാരായ നാഗേന്ദ്രനും മഹേന്ദ്രനും ചേർന്ന് വിഷം കൊടുത്തു കൊന്നതായിരുന്നു. എന്നിട്ട് ആ മരണത്തിന്റെ മുഴുവൻ കുറ്റവും അവരുടെ 12 വയസ്സുള്ള മകൻ നീലന്റെ മേൽ ചുമത്തി. അന്നു മുതൽ നീലൻ സുന്ദര നഗരത്തിലെ കാരാഗ്രഹത്തിൽ ഒരു അടിമയേക്കാൾ മോശമായ ജീവിതം നയിച്ചു പോന്നു. ആ നീലനെ ദിവസേനയുള്ള ശിക്ഷാവിധികളുടെ ഭാഗമായി പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്ന സമയമായിരുന്നു അത്. ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ കിരീടാവകാശി എന്ന് വിളിച്ചു വാഴ്ത്തി പാടുന്നവൻ ദേവദത്തൻ തമ്പി. നീലകണ്ഠന്റെ പിതാവ് വീരേന്ദ്രന്റെ സഹോദരൻ നാഗേന്ദ്രന്റെ മൂത്ത മകനാണ്. നീലകണ്ഠന്റെ അതേ പ്രായം തന്നെയാണ് ദേവദത്തൻ. നീലകണ്ഠനെ അടിമയാക്കിയതിനു ശേഷം നീലകണ്ഠന്റെ അതേ സ്ഥാനത്തേക്ക് ദേവദത്തനെ സുന്ദര നഗരത്തിന്റെ കിരീടാവകാശിയായി നാഗേന്ദ്രനും മഹേന്ദ്രനും പ്രഖ്യാപിച്ചു. കുറച്ചുകാലം ദേവദത്തൻ തന്റെ ആത്മീയ പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ഏകാന്തവാസത്തിലായിരുന്നു. അതിനാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി അവനെ കാണാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകാന്തതയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അവനെ കാണുന്ന ഏതൊരാൾക്കും അവൻ മുൻപത്തേക്കാൾ കൂടുതൽ ശക്തനായി എന്ന് മനസ്സിലാക്കാൻ കഴിയും. മൂർച്ചയുള്ള കണ്ണുകളോടെ ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് ദേവദത്തിന് തോന്നി. അവൻ തലചരിച്ച് ചുറ്റും നോക്കി. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ നീലകണ്ഠനിൽ വന്നു പതിഞ്ഞു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ അത്ഭുതം തോന്നുന്നുണ്ട്. നിന്റെ ആയുസിന്റെ ബലം സമ്മതിക്കാതെ വയ്യ. അതെ, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നെ കുറിച്ച് നിനക്ക് ഇത്രയും കരുതലുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് നന്ദി പറയാതെ വയ്യ. അത് കേട്ടപ്പോൾ പല ശിഷ്യന്മാരും നീലകണ്ഠനെ ദേഷ്യത്തോടെ നോക്കി. കിരീടാവകാശിയോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഈ സുന്ദര നഗരത്തിലെ വെറും ഒരു അടിമയാണ്. സുന്ദര നഗരത്തിന്റെ രാജകുമാരനോട് എത്രയും വേഗം തല കുനിച്ച് ക്ഷമ ചോദിക്കൂ. നിനക്കതിന് സാധിച്ചില്ലെങ്കിൽ ഇവിടെ ജനിച്ചതിനെ കുറിച്ച് ഓർത്ത് നീ ഖേദിക്കും. നീലകണ്ഠൻ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തതുപോലെയാണ് അവർ ഓരോരുത്തരും പെരുമാറിയത്. അതോടെ ദേവദത്തൻ കൈ ഉയർത്തി എല്ലാവരോടും നിശബ്ദരായിരിക്കാൻ ആംഗ്യം കാണിച്ചു. പിന്നെ അഭിമാനത്തോടെ നീലകണ്ഠനെ നോക്കി പുഞ്ചിരിച്ചു. നീല, ഞാൻ ഏകാന്തവാസത്തിലേക്ക് പോയത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ദേവദത്തിന്റെ ചോദ്യത്തിന് നീലൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ കണ്ണുകൾ മാറ്റാതെ ദേവദത്തനെ തന്നെ നോക്കി നിന്നു. ദേവദത്തൻ അപ്പോഴും അഭിമാനത്തോടെ പുഞ്ചിരിക്കുകയായിരുന്നു. ഋഷി യാത്രയൻ നൽകിയ ഔഷധ ഗുളിക ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അതിനുള്ളിലെ ദിവ്യശക്തി എന്റെ ശരീരത്തെ പൂർണ്ണമായും ശുദ്ധീകരിച്ചു. ഞാൻ വീണ്ടും ജനിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്റെ രണ്ടാമത്തെ കുണ്ടലിനി ചക്രത്തിന്റെ ശക്തി ഉണർത്താൻ എനിക്ക് കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ ഊർജ്ജത്തിന്റെ 80% എന്റെ ഉള്ളിലാണുള്ളത്. ഞാൻ ആ ഊർജ്ജം മുഴുവനായി ഉപയോഗിച്ചു കഴിയുമ്പോൾ ഞാൻ വിശുദ്ധ ചക്രത്തെ ഉണർത്തുകയും വളരെ വേഗം ഒരു മഹാനായ യോദ്ധാവായി മാറുകയും ചെയ്യും. ഋഷിയാത്രയെ നൽകിയ ദിവ്യ ഔഷധ ഗുളികകൾ. ആ 2 ഔഷധ ഗുളികകളും സുന്ദര നഗര രാജ്യത്തിന്റെ നിധികളായിരുന്നു. അവ ഒരു രഹസ്യ സ്ഥാനത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറയപ്പെട്ടിരുന്നു. നിയമങ്ങൾ അനുസരിച്ച് 14 വയസ്സിന് മുൻപ് മൂലാധാര ചക്രം ഉണർത്തിയ ഒരു രാജകുടുംബ അംഗത്തിന് മാത്രമേ ഗുളികകൾ കരസ്ഥമാക്കാൻ കഴിയൂ. എന്നാൽ കഴിഞ്ഞ 1200 വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഒരാളും അത് നേടിയിട്ടില്ല. അതിനാൽ ആ ദിവ്യ ഔഷധം ഒരിക്കലും ആർക്കും നൽകിയിട്ടുമില്ല. ആ ദിവ്യ ഔഷധ മരുന്നിന് യഥാർത്ഥത്തിൽ അർഹതയുള്ളത് നീലകണ്ഠന് തന്നെയാണ്. കാരണം തന്റെ 13ാമത്തെ വയസ്സിൽ അവൻ മൂലധാര ചക്രത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്നു. എന്നാൽ രാജ്യത്തിനുള്ളിലെ ഗൂഢാലോചന കാരണം നീലകണ്ഠൻ ഒരു അടിമയായി മാറി. അവന്റെ ആത്മീയ പരിശീലനം അത്രയും കഠിനമായ സാഹചര്യങ്ങളിൽ ഏതാണ്ട് നശിപ്പിക്കപ്പെട്ടു പോയിരുന്നു. മറുവശത്ത് ദേവദത്തൻ അത്ര കഴിവുള്ള ഒരാളായിരുന്നില്ല. തന്റെ 16ാം വയസ്സിലാണ് അവൻ തന്റെ മൂലാധാര ചക്രം ഉണർത്തിയത്. ദിവ്യ ഔഷധം മരുന്ന് നേടാൻ അവൻ ഒട്ടും യോഗ്യനായിരുന്നില്ല. പക്ഷെ എങ്ങനെയോ ആ വിഡ്ഢി അത് നേടിയെടുത്തു. തന്റേതാകേണ്ടിയിരുന്ന ഔഷധം ദേവദത്തന്റെ പക്കലുണ്ട് എന്നറിഞ്ഞപ്പോൾ നീലൻ കോപത്താൽ വിറച്ചു. ദേവദത്ത, ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? നിനക്ക് നമ്മുടെ പൂർവികരോട് ഒരു ബഹുമാനവും ഇല്ലേ? എന്നെ ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താണ് അവകാശം? ഞാൻ ഇതിനോടകം തന്നെ ജീവശക്തി ചക്രത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കാട്ടുപോത്തിനെ പോലും തോൽപ്പിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. നീ ദുർബലനായ വെറും ഒരു അടിമ മാത്രമാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിന്നെ തകർക്കാൻ കഴിയും. പക്ഷേ ഞാൻ ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് ആദ്യം മറ്റൊരു സഹായിയിൽ എന്റെ ശക്തി പരീക്ഷിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നീലകണ്ഠൻ തനിക്കെതിരെ ശബ്ദിക്കുന്നത് ദേവദത്തിന് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ഒരു അടിമയോട് സംസാരിക്കുന്നത് ഒരു രാജകുമാരൻ എന്ന നിലയിൽ അവന്റെ അന്തസ്സിന് നിരക്കാത്ത കാര്യമായിരുന്നു. അവൻ നീലകണ്ഠനെ അവഗണിച്ചുകൊണ്ട് കൈ ഉയർത്തി മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചു. എന്റെ സഹായിയായി ഞാൻ നിന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. അവൻ മധ്യവയസ്കനായ ഒരു തടവുകാരനെയാണ് മുന്നോട്ട് വിളിച്ചത്. തന്റെ ഊഴം എത്തിയത് കണ്ടപ്പോൾ ആ തടവുകാരൻ ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി. തനിക്ക് ഏൽക്കുന്ന ആഘാതത്തെ തടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കട്ടിയുള്ള തുകൽ കവചം അയാൾ ധരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ജീവശക്തി ചക്രത്തിലെത്തിയ ദേവദത്തനെ നേരിടണം എന്ന ചിന്ത അയാളെ വല്ലാതെ ഭയപ്പെടുത്തി. ദേവദത്തൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് മുഷ്ടി ചുരുട്ടി. സുന്ദര നഗരത്തിന്റെ രഹസ്യ ആയോധന വിദ്യയായ സഹസ്രമുഷ്ടി ഉപയോഗിക്കാൻ ഒരുങ്ങുകയായിരുന്നു ദേവദത്തൻ. അവന്റെ ശരീരം മുഴുവൻ നേരിയ നീല വെളിച്ചത്താൽ തിളങ്ങാൻ തുടങ്ങി. ദേവദത്തന്റെ ഭയാനകമായ പ്രഭാവലയം കണ്ടപ്പോൾ തടവുകാരന്റെ കണ്ണുകൾ നിരാശ കൊണ്ട് നിറഞ്ഞു. ഈ പ്രഹരം തന്നെ കൊലപ്പെടുത്തുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾ
അയാൾ ഉടൻ തന്നെ ദേവദത്തന്റെ മുന്നിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് യാചിക്കാൻ ആരംഭിച്ചു. ഒരു പാവം വൃദ്ധനെ കൊല്ലരുത്. നിന്റെ അച്ഛന്റെ പ്രായമുണ്ട് എനിക്ക്. ഞാൻ നിന്റെ കാല് പിടിക്കാം. ആ പാവം മുട്ടുകുത്തി നിന്നാണ് അത് അപേക്ഷിച്ചത്. എന്നാൽ അത് കേൾക്കാൻ നിൽക്കാതെ ദേവദത്തൻ തന്റെ മുഷ്ടി ചുരുട്ടി തന്റെ വലത് കാല് മുന്നോട്ട് വെച്ച് ഇടത് കാല് പുറകോട്ട് വെച്ച് സർവ്വശക്തിയും എടുത്ത് അയാൾ വയറിൽ ശക്തിയായിടിച്ചു. ഒരു ചുഴലിക്കാറ്റിലെന്ന പോലെ ആ വൃദ്ധൻ തെറിച്ച് ദൂരെയുള്ള ഒരു കല്ല് മതിലിൽ പോയി വീണു. ആ പാറയിൽ ഇടിച്ചുകൊണ്ട് ചോര ഛർദ്ദിച്ചുകൊണ്ട് ആ വൃദ്ധൻ നിലത്തേക്ക് വീണു. അത് കണ്ട് ചുറ്റും കൂടി നിന്നവർ ഞെട്ടി വിറച്ചു നിന്നു. ആ പാവം വൃദ്ധന്റെ വാരിയെല്ലുകളെല്ലാം അവൻ ഇടിച്ചു തകർത്തു. അയാൾ തൽക്ഷണം മരിച്ചു വീണു. അടുത്ത ഊഴം ആരുടേതായിരിക്കും? സ്വന്തം ശക്തി പരീക്ഷിക്കാൻ വേണ്ടി ഇവനൊക്കെ പാവപ്പെട്ട മനുഷ്യന്മാരെ മാത്രമേ കിട്ടിയുള്ളൂ. ഇവനാണ് നമ്മുടെ അടുത്ത രാജാവെങ്കിൽ നമ്മുടെ കാര്യം ഒരു തീരുമാനമായി. വേറെയും വൃദ്ധന്മാർ അവിടെ പേടിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഏതു നിമിഷവും തങ്ങളുടെ മരണത്തെ മുന്നിൽ കണ്ടു. ചുറ്റുമുള്ളവരുടെ ഭയം കണ്ട് ഒരു ക്രൂരമായ പുഞ്ചിരിയോടെ ദേവദത്തൻ ചുറ്റും നോക്കി. എല്ലാവരുടെയും കണ്ണിൽ വിരിഞ്ഞു നിന്ന ഭയം അവനൊരു ഹരമായി മാറി. അടുത്ത ഊഴം തങ്ങളായിരിക്കുമെന്ന് എല്ലാവരിലും ഒരു തോന്നലുണ്ടാക്കാൻ അവന് കഴിഞ്ഞിരുന്നു. അതിൽ അവന്റെ അമിതമായ ആവേശവും ആനന്ദവും കണ്ടെത്തിയിരുന്നു. അവൻ ആശ്വാസത്തോടെ ശ്വാസം വിട്ടുകൊണ്ട് നീലകണ്ഠനെ നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചു. ആ മധ്യവയസ്കനായ തടവുകാരനേക്കാൾ ശക്തനായിരുന്നു നീലകണ്ഠൻ. പക്ഷെ ദേവദത്തന്റെ പ്രഹരത്തിന്റെ ശക്തി അവനെ അസ്വസ്ഥനാക്കി. അറിയാതെ അവൻ പിന്നോട്ട് മാറി. ആ കാഴ്ച കണ്ട് ദേവദത്തൻ ചിരിച്ചു. ശേഷം പരിഹാസപൂർവ്വം നീലകണ്ഠന്റെ തോളിൽ തട്ടി. നീ വിഷമിക്കേണ്ട. ഞാൻ അത്ര പെട്ടെന്നൊന്നും നിന്നെ കൊല്ലില്ല. നീ എത്ര ദുർബലനാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കൽ നീ ആ സത്യം മനസ്സിലാക്കും. നീ വെറും പാഴാണ് എന്ന സത്യം. എന്നാൽ നീലകണ്ഠൻ ഒരു വാക്കുകൊണ്ടും പ്രതികരിക്കാതെ മൗനം പാലിച്ചു. തന്റെ പതിവ് അഹങ്കാരത്തോടു കൂടി ദേവദത്തൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കാര്യം അവൻ ഓർത്തു. പിന്നീട് അവൻ നീലകണ്ഠനെ തിരിഞ്ഞു നോക്കി. ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ടായിരുന്നു. നിന്റെ മിടുക്കിയായ സഹോദരി സപ്തസിന്ധു ആശ്രമത്തിൽ എന്തോ ഒരു പ്രശ്നത്തിലാണെന്ന് ഞാൻ കേട്ടിരുന്നു. അവളെ കാളിമലയിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? നീലിമയെ തടവിലാക്കിയെന്നോ? നീലന്റെ അന്താളിപ്പ് വർദ്ധിപ്പിക്കാനെന്നോണം ദേവദത്തൻ തന്റെ പരിചാരകരുടെ കയ്യിൽ നിന്നും ഒരു മോതിരമെടുത്ത് കയ്യിൽ പിടിച്ചു. അത് നീലൻ കാണുന്ന പോലെ വായുവിൽ എറിഞ്ഞുകൊണ്ട് കറക്കാൻ തുടങ്ങി. ഒരു നിമിഷം നീലൻ അത് കണ്ട് തരിച്ചു നിന്നു. കാരണം അത് നീലന്റെ പെങ്ങൾ നീലിമയുടേതായിരുന്നു. നിസ്സഹായനായ ഒരു ഏട്ടനായി നീലൻ അത് കേട്ട് തല കുനിച്ചു നിന്നു. അവനൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാവൽക്കാരെല്ലാവരും ചേർന്ന് നീലനെ വലിച്ചെടുത്ത് തടവറയിലേക്ക് കൊണ്ടുപോയി. അവനെ ആ ഇരുട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ അവിടെ നിന്നും പോയെങ്കിലും നീലകണ്ഠന് തീരെ സ്വസ്ഥത ലഭിക്കുന്നുണ്ടായിരുന്നില്ല. വിശ്രമമില്ലാതെ നീലകണ്ഠൻ ആ ചെറിയ തടവറയ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എത്രയും വേഗം ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു. പക്ഷെ അവന് ഒരു വഴിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവന് വല്ലാത്ത നിരാശ തോന്നി. കൂടുതൽ ചിന്തിക്കുന്തോറും അവൻ കൂടുതൽ വിഷമിക്കാൻ തുടങ്ങി. തടവറയിലെ അവന്റെ മേശപ്പുറത്ത് ജീവിത സൂത്രം എന്ന പഴയ കീറിയ പുസ്തകം ഇപ്പോഴും കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ആ പുസ്തകത്തിലേക്ക് നോക്കുന്തോറും അവന്റെ ഉള്ളിൽ തന്റെ ഭൂതകാലം കടന്നു വന്നു. ഈ പഴയ കീറിയ പുസ്തകത്തിൽ നിരവധി സൂത്രവാക്യങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഇതുവരെ അതിൽ നിന്ന് ഒന്നുപോലും എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ വീണ്ടും ഇത് വായിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അച്ഛൻ ഇതെന്റെ കയ്യിൽ തരുമ്പോൾ എന്നോട് പറഞ്ഞ വാക്കുകൾ അനുസരിക്കാനും അച്ഛന്റെ വിശ്വാസം രക്ഷിക്കാനും ഞാൻ എത്രയോ തവണ ശ്രമിച്ചു നോക്കി. എന്നിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കും തോറും അവന് കൂടുതൽ നിരാശ തോന്നി. ഒടുവിൽ കോപത്തിന്റെ ഉച്ചസ്ഥായിയിൽ അവൻ പുസ്തകമെടുത്ത് പകുതിയായി കീറി വിളക്കിന്റെ ജ്വാലയിലേക്ക് എറിഞ്ഞു. ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കാൻ അച്ഛൻ എന്നെ ഏൽപ്പിച്ച ഈ പുസ്തകം ഒരു പാഴ് വസ്തുവാണ്. പുസ്തകത്തിലേക്ക് തീ പെട്ടെന്ന് പടർന്നു. ഒരു നിമിഷത്തിനുള്ളിൽ ആ പുസ്തകം ചാരമായി മാറി. പുസ്തകം കത്തുന്നത് കണ്ടപ്പോഴാണ് അവൻ ബോധമണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തിയത്. പെട്ടെന്നുണ്ടായ വിഷമത്തിൽ താൻ ചെയ്ത പ്രവൃത്തിയിൽ അവന് ഖേദം തോന്നി. നീല, നീ എന്തിനാണ് ഒരു പുസ്തകത്തിന്റെ മേൽ നിന്റെ കോപം പ്രകടിപ്പിക്കുന്നത്? ആ പുസ്തകം എന്ത് തെറ്റാണ് ചെയ്തത്? യഥാർത്ഥ പ്രശ്നം നിന്റെ ബലഹീനതയാണ്. നീ മറ്റുള്ളവരുടെ കനിവിലാണ് ജീവിക്കുന്നത്. ഓരോരുത്തരും നിന്നെ ഒരു ബലിയാടിനെ പോലെ ഉപയോഗിക്കുന്നു. ഇതിനൊക്കെ ആ പുസ്തകം എന്ത് തെറ്റ് ചെയ്തു? പെട്ടെന്ന് അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി വന്നപ്പോഴേക്കും പുസ്തകം ഇതിനോടകം തന്നെ കത്തി ചാരമായി കഴിഞ്ഞിരുന്നു. വല്ലാതെ നിരാശ തോന്നിയ നീലകണ്ഠൻ പുസ്തകത്തിന്റെ ഒരു ഭാഗമെങ്കിലും ബാക്കിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ചാരത്തിലേക്ക് ഉറ്റുനോക്കി. പക്ഷേ അത് അവന്റെ കണ്ണുകളിലേക്ക് കൊണ്ടുവന്നത് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ഇതെന്താണ്? ആ ചാരം മുഴുവൻ തള്ളി മാറ്റി അവൻ സ്വർണ്ണ നിറത്തിലുള്ള ഒരു വസ്തു പുറത്തെടുത്തു. അതൊരു നേർത്ത സ്വർണ്ണ ഇലയായിരുന്നു. ഞാൻ ഈ പുസ്തകം പലതവണ വായിച്ചിട്ടും ഈ സ്വർണ്ണയില ഒരിക്കലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് പുസ്തകത്തിനുള്ളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചതായിരിക്കണം. എന്നാലും ഒരു പുസ്തകത്തിനുള്ളിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കുന്നത്? അത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? കൗതുകത്തോടെ അവന്റെ കണ്ണുകൾ സ്വർണ്ണ ഇലയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവന്റെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു. അത് വിചിത്രവും സങ്കീർണവുമായ ചിഹ്നങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. ആ ചിഹ്നങ്ങളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ നീലകണ്ഠൻ വളരെയധികം ശ്രമിച്ചു. പക്ഷേ ഒരു ചിഹ്നം പോലും അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സ്വർണ്ണ ഇലയുടെ വിചിത്രമായ ചിഹ്നങ്ങളിൽ നീലകണ്ഠൻ സ്പർശിച്ചപ്പോൾ അത് പെട്ടെന്ന് ആയിരക്കണക്കിന് ചെറിയ കഷ്ണങ്ങളായി തകർന്നു. ഓരോ കഷ്ണത്തിനും ഒരു പുരാതന ഭാഷ പോലെ ഓരോ ചിഹ്നങ്ങൾ അടങ്ങിയിരുന്നു. അതിനുശേഷം സ്വർണ്ണ ഇലയിലെ എല്ലാ ചെറിയ കഷ്ണങ്ങളും നീലകണ്ഠന്റെ ചർമ്മത്തിൽ പറ്റിപ്പിടിക്കുവാൻ തുടങ്ങി. പതുക്കെ അവന്റെ ശരീരം മുഴുവൻ അവ വ്യാപിച്ചു. അവന്റെ മുഖം, കണ്ണുകൾ, കഴുത്ത്, കൈകൾ, കാലുകൾ എന്നിങ്ങനെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും സ്വർണ്ണ ഇലയുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. വളരെ വേഗം അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും സ്വർണ്ണ ഇല കൊണ്ട് മൂടപ്പെട്ടു. ഒരു കഷ്ണം നേരെ അവന്റെ തലച്ചോറിലേക്കാണ് പോയത്. ആരോ ഒരു ഭാരമുള്ള ചുറ്റിക കൊണ്ട് തന്റെ തലയിൽ അടിച്ചതുപോലെയാണ് നീലകണ്ഠൻ അപ്പോൾ തോന്നിയത്. അവന്റെ ശരീരം വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. അവന്റെ ചർമ്മത്തിലെ സ്വർണ്ണപ്പാളി തിളങ്ങുന്നുണ്ടായിരുന്നു. കത്തുന്ന ചൂള പോലെ അവന്റെ ശരീരം ചൂടാകുന്നതായി നീലകണ്ഠന് തോന്നി. സ്വർണ്ണ ഇലയുടെ ഒരു കഷ്ണം അവന്റെ മനസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന്റെ മേൽ പറ്റിപ്പിടിക്കുന്ന
എല്ലാ സ്വർണ്ണ കടികകളും അപ്രത്യക്ഷമായി. അവന്റെ ശരീരത്തിനുള്ളിലേക്ക് ആ ഇല ആഗിരണം ചെയ്യപ്പെട്ടു. പെട്ടെന്ന് അവന്റെ മനസ്സിൽ ചില വിചിത്രമായ ഓർമ്മകൾ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അതൊന്നും ഒരിക്കലും അവന്റെ സ്വന്തം ഓർമ്മകളായിരുന്നില്ല. ദിവ്യ ശരീര ശുദ്ധീകരണ വിദ്യ ഒരു പുരാതന ശുദ്ധീകരണ രീതി. ആത്മാവ് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വമാണ്. നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിച്ച് അതിനെ ഒരു ആയുധമായി ഉപയോഗിക്കുക. ആ വാക്കുകൾ ഒരു ദിവ്യ ശബ്ദം പോലെ മനസ്സിൽ പ്രതിധ്വനിക്കുന്നത് നീലകണ്ഠൻ കേട്ടു. ഇത് എന്ത് തരം വിദ്യയാണ്? വളരെ മുൻപ് തന്നെ ഇത്തരം ചില ശുദ്ധീകരണ രീതികളെ കുറിച്ച് അവൻ അറിയാമായിരുന്നു. പക്ഷേ അവയൊക്കെയും ആയുധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മനുഷ്യ ശരീരത്തെ ശുദ്ധീകരിക്കാനോ ശക്തിപ്പെടുത്താനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശുദ്ധീകരണ രീതിയെക്കുറിച്ചും അവൻ അറിയില്ലായിരുന്നു. ശരീരത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ഈ വിദ്യ ശരീരത്തെ കൂടുതൽ ശക്തമാക്കാനാണ് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് അവന്റെ ശരീരം കടുത്ത പനി വന്നതുപോലെ കൂടുതൽ ചൂടാകുന്നതായി അവന് തോന്നി. തന്റെ ശരീരം മുഴുവൻ പുകയുകയാണ്. അതിന്റെ വേദനയിൽ അവൻ അലറി. നിമിഷങ്ങൾക്കുള്ളിൽ അവനിലുണ്ടായിരുന്ന ജലാംശം മുഴുവൻ നീരാവിയായി മാറി. തടവറയിൽ കനത്ത പുക നിറഞ്ഞു. പക്ഷേ ആ വെള്ളത്തിന് പോലും അവനെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ശരീരം കൂടുതൽ ചൂടായി. അധികം വൈകാതെ അവന്റെ ചർമ്മത്തിൽ നിന്ന് ഒരു കടും ചുവപ്പ് വെളിച്ചം തിളങ്ങാൻ തുടങ്ങി. തീയിൽ നിന്ന് പുതുതായി ചൂടായ ഇരുമ്പ് പോലെയായിരുന്നു ആ നിമിഷം അവന്റെ ശരീരം. നീലകണ്ഠന് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവൻ നിസ്സഹായനായിരുന്നു. അവന്റെ വിധി അവനെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്നെത്തിച്ചതാണ്. ഇനി എന്താകും സംഭവിക്കുക? അസഹനീയമായ ഈ വേദനയെ അതിജീവിക്കാൻ നീലകണ്ഠന് സാധിക്കുമോ? ആ പുസ്തകത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്തായിരുന്നു? നീലകണ്ഠൻ സുന്ദര നഗരത്തിന്റെ രക്ഷകനാകുമോ? അതോ അതിനുവേണ്ടി ശ്രമിച്ച് മരണം വരിക്കുമോ? നിങ്ങൾ ഇതുവരെ കേട്ടത് വെറും ഒരു സൂചന മാത്രമാണ്. ഒരു അടിമയായ നീലൻ ഒരു മഹായോദ്ധാവായി മാറുന്നതിന്റെ മുഴുവൻ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. പോക്കറ്റ് FM ഡൗൺലോഡ് ചെയ്യുക. ഹൃദയങ്ങളെ പിടിച്ചുലയ്ക്കുന്ന ഈ കഥ മഹാഗാഥ തികച്ചും സൗജന്യമായി കേൾക്കുക.